സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സേഠ് നാഗ്ജി അമർസിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകൻ KF ജോർജ്. സേഠ് നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ് എന്നും കോഴിക്കോട്ടെ ആരാധകർക്ക് ആവേശമായിരുന്നു. സാഹിത്യനഗരവും ഫുട്ബോളും തമ്മിൽ എന്തു ബന്ധം എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും. കലയും സ്പോർട്സുമൊക്കെ ഇഴുകിച്ചേർന്നതാണ് കോഴിക്കോട്. സ്പോർട്സോ ഫുട്ബോളോ സംഗീതമോ ഇല്ലാത്ത ഒരു കോഴിക്കോടിനെ സങ്കല്പിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുത്തരം. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച പേരാണ് സേഠ് നാഗ്ജി. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് വ്യാപാരത്തിനെത്തിയ നാഗ്ജി കുടുംബം ആ മേഖലയിൽ മാത്രമല്ല കായിക രംഗത്തും പ്രശസ്തരായി. മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെ കൈയയച്ചു സഹായിച്ചു. 1934 കോഴിക്കോട്ട് വന്നപ്പോൾ മഹാത്മജി അന്തിയുറങ്ങിയത് നാഗ്ജിയുടെ വെള്ളിമാടുകുന്നിലെ ബംഗ്ലാവിലാണ്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള ആ കെട്ടിടത്തിലാണ് ബോയ്സ് ഹോം, ഗേൾസ് ഹോം, ആഫ്റ്റർ കെയർ ഹോം, വൃദ്ധമന്ദിരം, മഹിളാ മന്ദിരം, സർട്ടിഫൈഡ് സ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്നത്. വ്യവസായ പ്രമുഖനും ഉദാരമനസ്കനുമായിരുന്നു നാഗ്ജി അമർസി. മലാപ്പറമ്പിലെ 1.23 ഏക്കർ സ്ഥലവും അതോട് ചേർന്ന കെട്ടിടങ്ങളും അദ്ദേഹം ഗാന്ധിയൻ ആശയ പ്രചാരണത്തിനായി സംഭാവന ചെയ്തു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സാരഥിയെന്ന നിലയിൽ നാഗ്ജി അമർസി വ്യാപാരികളുടെ സംഘടനയെ ശക്തമായ പ്രസ്ഥാനമാക്കി വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയിലെ കുടനിർമ്മാണത്തിലെ തുടക്കക്കാരിൽ സേഠ് നാഗ്ജിയും ഉൾപ്പെടുന്നു. നാഗ്ജിയുടെ ബ്രാൻഡിൽ സൂര്യമാർക്ക് കുടകളുടെ നിർമ്മാണം 1912 ആരംഭിക്കുന്നത്. ഈ ബ്രാൻഡ് ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നമായി പെട്ടെന്ന് തന്നെ വളർന്നു. കോഴിക്കോടിന് പുറത്തുള്ളവർ ഈ കമ്പനിയെ കൂടുതൽ അറിയുന്നത് സേഠ് നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരിലായിരിക്കും. 1952 ആരംഭിച്ച അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ടൂർണമെന്റിൽ ഇന്ത്യയിലെയും പുറം രാജ്യങ്ങളിലെയും പ്രമുഖ ടീമുകൾ ഏറ്റുമുട്ടി. 1961 63 ഇടവേളകൾ ഒഴിച്ചാൽ 1995 വരെ സേഠ് നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ് മുടക്കമില്ലാതെ നടന്നു. 2016 ടൂർണമെന്റ് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളും അർജന്റീന അണ്ടർ 23 ദേശീയ ടീമും പങ്കെടുത്തു. ഉക്രൈനിലെ FC നിപ്രോ ടീമാണ് അന്ന് ചാമ്പ്യൻ പട്ടം നേടിയത്. നാഗ്ജി ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ കാണികൾ നിറഞ്ഞു കവിഞ്ഞ കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് മനസ്സിലുണരുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും മാത്രമല്ല, കാഴ്ചകളും രുചിയും എല്ലാം സംസ്കാരത്തിന്റെ ഭാഗമാണ്. കോഴിക്കോട് മലയാള മനോരമ റെസിഡന്റ് എഡിറ്ററായിരുന്ന K. അബൂബക്കർ. ജനകീയ വിനോദം എന്ന നിലയിൽ കളികൾ രംഗത്തേക്ക് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഫുട്ബോളാണ്. എല്ലായിടത്തും എന്നതുപോലെ കോഴിക്കോട്ടും എത്തിച്ചത് യൂറോപ്യന്മാരാണ്. ഈ ബ്രിട്ടീഷുകാരെ നമുക്ക് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് കുട്ടൻസ് ടീം ഉണ്ടാക്കി ഇവിടെ. ആ കുട്ടൻസ് ടീം പിന്നെ കേരള ക്രിക്കറ്റ് ക്ലബ്ബായി. പിന്നെ അത് ചാലഞ്ചേഴ്സ് ആയി. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇവിടെ ഉണ്ടാക്കി ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രസിദ്ധരായ കളിക്കാരെ കോഴിക്കോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് കോഴിക്കോടിന് ഒരു വലിയ പാരമ്പര്യം ഉണ്ടായത്. മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് യങ്മെൻസ് ക്ലബ്ബോടെ ഒരു ടൂർണമെന്റ് നടത്തിയത്. അത് നിന്ന് പോയപ്പോ നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. സേഠ് നാഗ്ജി അമർസി എന്ന് പറയുന്ന ഒരു ഗുജറാത്തിലെ കച്ചിൽ നിന്ന് വന്ന കോഴിക്കോട്ട് വ്യാപാരം നടത്തിയിരുന്ന കമ്പനിക്കാര് ഒരു ട്രോഫി നൽകിയപ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് ഫാദർ വെർഗൌട്നിയുടെ നേതൃത്വത്തിലുള്ള സെന്റിനൽസ് ക്ലബ്ബ് ഒരു ടൂർണമെന്റ് ഇവിടെ നടത്തും. 1950 മുതൽ തുടർച്ചയായി നാഗ്ജി ടൂർണമെന്റ് ഇവിടെ നടത്തി. ആ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. പ്രസിദ്ധരായ ഒരുപാട് കളിക്കാർക്ക് അംഗത്തട്ടായിരുന്ന സ്ഥലമാണ് ഈ നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.